നൻസി. കേരളത്തിന്റെ മണ്ണിൽ നൂറ്റാണ്ടുകളായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു വരുന്ന നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ചരിത്രവും വിശ്വാസവും അത്ഭുതവും ചേർന്ന ഈ കഥകളിൽ ഇന്നും ആളുകളുടെ മനസ്സിൽ കൗതുകമുണർത്തുന്ന ഒന്നാണ് പറയിപെറ്റ പന്തിരുകുലത്തിന്റെ കഥ. 12 മക്കളുടെ കഥ, വ്യത്യസ്ത ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച 11 മഹാന്മാരുടെ കഥ, അതിന്റെ അവസാന അധ്യായമായി മാറിയ ഒരു അത്ഭുത ശിശുവിന്റെ കഥ. അതാണ് വായില്ലാ കുഞ്ഞിലപ്പന്റെ ഐതിഹ്യം. വിക്രമാദിത്യന്റെ സദസ്സിലെ പ്രശസ്ത പണ്ഡിതനായിരുന്ന വരരുചിക്കും പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമിക്കും ജനിച്ചവരാണ് പന്തിരുകുലത്തിലെ മക്കൾ. ദേശാടനം നടത്തുന്ന സമയത്ത് പഞ്ചമി ഓരോ കുഞ്ഞിനെയും പ്രസവിക്കുമ്പോഴും വരരുചി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം: കുഞ്ഞിന് വായുണ്ടോ? കുഞ്ഞിന് വായുണ്ടെന്ന് പറഞ്ഞാൽ വായുള്ള കുഞ്ഞിന് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് യാത്ര തുടരാൻ വരരുചി ആവശ്യപ്പെടുമായിരുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട 11 കുഞ്ഞുങ്ങളെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ വളർത്തി. പിന്നീട് അവർ കേരളത്തിലെ ചരിത്രത്തിലും സംസ്കാരത്തിലും വലിയ സ്ഥാനമാനം നേടിയവരായി. മേഴത്തോൾ അഗ്നിഹോത്രി, പാക്കനാർ, പെരുന്തച്ചൻ, നാറാണത്ത് ഭ്രാന്തൻ എന്നിങ്ങനെ പന്തിരുകുലത്തിലെ ഓരോ അംഗവും തങ്ങളുടേതായ മേഖലകളിൽ പ്രശസ്തരായി. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് 12ാമത്തെ കുഞ്ഞിന്റെ ജനനത്തോടെയാണ്. 11 കുഞ്ഞുങ്ങളെ പോലെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആ അമ്മയുടെ മനസ്സ് തയ്യാറായില്ല. വരരുചി പതിവ് പോലെ ചോദിച്ചു: കുഞ്ഞിന് വായുണ്ടോ? കുഞ്ഞിനെ കൂടെ നിർത്തണമെന്ന ആഗ്രഹത്താൽ പഞ്ചമി പറഞ്ഞു: ഇല്ല, കുഞ്ഞിന് വായില്ല. എന്നാൽ ഐതിഹ്യം പറയുന്നത് ആ അമ്മയുടെ വാക്കുകൾ അത്ഭുതകരമായി സത്യമായി മാറിയെന്നാണ്. വരരുചി നോക്കിയപ്പോൾ കുഞ്ഞിന് ശരിക്കും വായില്ലായിരുന്നു എന്നാണ് വിശ്വാസം. മനുഷ്യരൂപത്തിൽ ആ കുഞ്ഞിനെ വളർത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വരരുചി ആ ദിവ്യ ശിശുവിനെ ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. അങ്ങനെ ആ സ്ഥലം അറിയപ്പെട്ടു വായില്ലാക്കുന്ന്. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവസങ്കല്പം വായില്ലാക്കുന്നിലപ്പൻ. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തിന് സമീപമുള്ള വായില്ലാക്കുന്ന ക്ഷേത്രവുമായി ഈ വിശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭക്തരുടെ വിശ്വാസപ്രകാരം വായില്ലാക്കുന്നിലപ്പൻ സംസാരശേഷിയുടെയും വാക്കിന്റെയും ദൈവിക ശക്തിയുമായി ബന്ധപ്പെട്ട സങ്കല്പമാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായും വാക്ക് വൈകുന്ന കുട്ടികൾക്കായും ഇവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ടെന്നാണ് വിശ്വാസം. പന്തിരുകുലത്തെ മറ്റ് 11 അംഗങ്ങൾക്കും പിന്മുറക്കാരുണ്ടെന്ന് പറയപ്പെടുമ്പോഴും വായില്ലാക്കുന്നിലപ്പന് മാത്രം മനുഷ്യ പരമ്പരയില്ല. കാരണം അദ്ദേഹം സാധാരണ മനുഷ്യജീവിതം നയിച്ചില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത്. ജനിച്ച നിമിഷം മുതൽ തന്നെ ഒരു ദൈവസങ്കല്പമായി മാറിയ കുഞ്ഞ്, അതാണ് വായില്ലാക്കുന്നിലപ്പൻ. പന്തിരുകുലത്തിന്റെ കഥ ഒരു കുടുംബത്തിന്റെ മാത്രം കഥയല്ല. കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും പ്രതീകമായാണ് പലരും ഈ ഐതിഹ്യത്തെ കാണുന്നത്. ചരിത്രവും വിശ്വാസവും അത്ഭുതവും ചേർന്ന ഈ കഥ ഇന്നും കേരളത്തിലെ ക്ഷേത്ര രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു. വായില്ലാക്കുന്നിലപ്പൻ, വാക്കുകളില്ലാത്ത അത്ഭുതത്തിന്റെ കഥ.